എല്ലാവർക്കും ലില്ലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു സ്ലീപ്പിംഗ് മാസ്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യും, പക്ഷേ നൈറ്റ് നമുക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ മടിയായിരിക്കും. പക്ഷേ നിങ്ങൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നൈറ്റ് എന്തായാലും സ്കിൻ നല്ല ക്ലിയർ ആക്കി വെച്ച് ആ ഒരു നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ എന്നോട്ട് നൈറ്റ് സ്കിൻ കെയറും കൂടെ ഉൾപ്പെടുത്താൻ തുടങ്ങിയോ അന്നോട്ടാണ് സ്കിൻ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു അലോവേര ജെൽ എന്ന് പറയുന്നത്. എൻ്റെ സ്കിന്നിൽ ഒരു രാത്രി കൊണ്ടുണ്ടായ മാറ്റമൊന്നുമല്ല. ഒരു പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നോ അത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു സ്ലീപ്പിംഗ് മാസ്ക് മസ്റ്റായിട്ടും ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റിൽ വന്നിട്ട് നമ്മുടെ സ്കിന്നിൽ കുറച്ചും കൂടെ നമുക്ക് ടൈം കിട്ടും. നമ്മൾ വേറെ ഒരു പരിപാടിയും ചെയ്യുന്നില്ല, നമ്മൾ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിരിക്കും. ഒരു മാസ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ അലോവേര ജെല്ലും അതുപോലെ തന്നെ ടീ ട്രീ ഓയിലും മാത്രമാണ് വേണ്ടത്, വേറെ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ഇത് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതായാലും കുഴപ്പമില്ല, വീട്ടിൽ നിന്നുള്ളതായാലും കുഴപ്പമില്ല. ഇത് വന്നിട്ട് കുറച്ചും കൂടെ ഞാൻ കാണിക്കുന്നത് കുറച്ചും കൂടെ നാൾ കൂടുതൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്കറ്റിലുള്ളതാണ് ഇപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഈ ഒരു അലോവേര ജെൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്, കുരു വന്നിട്ടുള്ള കറുത്ത പാടുകൾ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഫെയ്ഡാക്കാൻ വേണ്ടിയിട്ടും അത് കളയാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അലോവേര ജെല്ലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. ഞാനെപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്നിടത്ത് അലോവേരയുടെ ഒരു പ്ലാന്റ് ഇല്ലെങ്കിൽ ഒന്ന് മേടിച്ച് വയ്ക്കുക. എപ്പോഴും നല്ലതാണ് എല്ലാ കാര്യത്തിനും. നമുക്ക് മോയ്സ്ചറൈസറായിട്ടും പ്രൈമറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ്. അപ്പോൾ അതെന്തായാലും ഇല്ലെങ്കിൽ മേടിച്ച് വയ്ക്കുക. പ്യുവർ അലോവേര ജെല്ല് ഉള്ളത് എപ്പോഴും നല്ലതാണ്. വന്നിട്ട് എല്ലാ സ്കിൻ ടൈമിനും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആക്നെ പ്രോൺ സ്കിൻ ആയാലും കുഴപ്പമില്ല, ഓയിലി സ്കിൻ ആയാലും അതുപോലെ തന്നെ നോർമൽ സ്കിൻ, ഡ്രൈ സ്കിൻ എല്ലാവർക്കും സ്യൂട്ടാവുന്ന ഒന്നാണ് ഈ ഒരു അലോവേര ജെൽ എന്ന് പറയുന്നത്. സെൻസിറ്റീവ് സ്കിൻകാർ എങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലത്. ഞാൻ ഇതിലേക്ക് അലോവേര ജെല്ലിൻ്റെ കൂടെ എടുക്കുന്നത് ടീ ട്രീ ഓയിലാണ്. ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം എന്താണോ അതനുസരിച്ചിട്ടുള്ളത് എടുക്കുക. എൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പിമ്പിൾസ് വരാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. അത് കാരണം കൊണ്ടാണ് ഞാൻ എപ്പോഴും ആ ഒരു ടീ ട്രീ എടുക്കാനായിട്ടുള്ള കാരണം. ഇപ്പം നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടർമറിക് എസെൻഷ്യൽ ഓയിൽ എടുക്കാം. ഇപ്പം നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോസ് എസെൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ ലവൻഡർ എസെൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ ജാസ്മിൻ എസെൻഷ്യൽ ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്യാം. ഈ ടീ ട്രീ ഓയിൽ അതുപോലെ എസെൻഷ്യൽ ഓയിലൊക്കെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ മുടിയിലോട്ടോ ഒന്നും അപ്ലൈ ചെയ്യരുത്. ഇത് വന്നിട്ട് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട് വിൽക്കുന്ന ഒരു ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് കാരണം കൊണ്ട് തന്നെ അതിൻ്റെ വീര്യം ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു മാസ്ക് പ്രിപ്പറേഷൻ കാണാം. എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക, വളരെ കുറച്ച് എമൗണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഇവിടെ VLCCയുടെ അലോവേര ജെല്ലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് വന്നിട്ട് ഭയങ്കര സ്മെല്ലും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ കളറുമാണ് കേട്ടോ. എങ്കിലും യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ടീ ട്രീ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലൊരു ടീ ട്രീ ഓയിൽ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് കുറച്ച് നാൾ അധികം യൂസ് ചെയ്താലാണ് അതിൻ്റെ ആ ഒരു ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് എളുപ്പമാണല്ലോ. അപ്പോൾ പിന്നെ മുന്നേ കൂട്ടി ഇങ്ങനെ ഉണ്ടാക്കി വെക്കണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ചെറിയ ബാച്ചായിട്ട് ഉണ്ടാക്കി വെക്കുന്നത്. നമ്മൾക്ക് ചിലപ്പം മാറ്റി യൂസ് ചെയ്യാനൊക്കെ തോന്നുമല്ലോ. അപ്പോൾ ഇത് ചുമ്മാ വേസ്റ്റായി പോകണ്ടല്ലോ എന്നും കൂടെ ആലോചിച്ചിട്ടാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ മാറ്റി ട്രൈ ചെയ്യാനൊക്കെ തോന്നും. അത് കാരണം കൊണ്ടാണ് ഞാൻ കുറച്ച് നാൾ മുന്നേ നൈറ്റ് ക്രീം എന്തായാലും ഒരു ജെൽ ടൈപ്പ് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ മുന്നേ VLCCയുടെ ഒരു സ്കിൻ വൈറ്റനിങ് ക്രീം പറഞ്ഞാൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു പിസ്ത പച്ച കളറാവും, നല്ലൊരു ജെൽ കൺസിസ്റ്റൻസി ആവും. ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്കിങ്ങനെ ക്രീമിനെക്കാട്ടും കൂടുതലിഷ്ടം ഈ ഒരു ജെൽ കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വരും. ഇത് വന്നിട്ട് നമുക്ക് പുറത്ത് വെച്ച് യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇതിനകത്തേക്ക് ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സുലും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഫൈനലി ഇതുപോലെ ഒരു കുഞ്ഞു പാത്രത്തിലാണ് ഞാൻ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത്. വളരെ കുറച്ച് ഇത് വന്നിട്ട് നമുക്കൊരു ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സ്ലീപ്പിംഗ് മാസ്ക്.
നൈറ്റ് നമുക്ക് നന്നായിട്ട് ഫേസൊക്കെ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും സിറം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ശേഷം നിങ്ങൾ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നിലെ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ ചെയ്യുന്നേ ഇല്ല. മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്. ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പെട്ടെന്ന് കുരു വന്നു കഴിഞ്ഞാൽ നമ്മളെന്തായാലും പൊട്ടിക്കും, ഞാൻ എന്തായാലും പൊട്ടിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ടെൻഡൻസിയാണ്. ഇപ്പോഴും എൻ്റെ ഇവിടെ ഒരു കുരു വന്നിട്ട് അത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു പാടായിട്ട് കിടക്കും. അപ്പോൾ അങ്ങനെ ഡാർക്ക് സ്പോട്ട് വന്നു കഴിഞ്ഞാൽ അത് മാറാനായിട്ട് ഭയങ്കര പാടാണ്. ഈ അലോവേര ജെല്ല് നമ്മുടെ ആ ഡാർക്ക് സ്പോട്ട് ഫെയ്ഡാക്കാൻ വേണ്ടി, പെട്ടെന്ന് ഫെയ്ഡാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ലീപ്പിംഗ് മാസ്ക് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വന്ന് കമൻറ്റായിട്ട് പറയാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻറ്റായിട്ട് പറയാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ കാണാം. അതുവരെയ്ക്കും